നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പത്തനംതിട്ടയിൽ രോഗിയോട് ഹോം നഴ്സിന്റെ ക്രൂരത. മർദ്ദനമേറ്റ വി ശശിധരൻപിള്ള ഗുരുതരാവസ്ഥയിൽ. രോഗിയെ നഗ്നനാക്കി വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറത്ത് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് വടക്കുമുറി സ്വദേശി മുബിൻ മുഹമ്മദിന്. 6 മാസം മുൻപുണ്ടായ തർക്കത്തിന്റെ പ്രതികാരം. ആറാട്ടെണ്ണൻ എന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ. അറസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിച്ചതിന്. മലിനജല കൂമ്പാരമായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം ഒഴുകുന്നത് റോഡിലൂടെ. പ്രതിഷേധവുമായി രോഗികൾ. ഉപ്പുവെള്ളം കയറി തെങ്ങ് കൃഷി നശിക്കുന്നു. കാസർഗോഡ് ഓർച്ചയിൽ കർഷകന് കഷ്ടകാലം. കളക്ടർക്ക് നിവേദനം നൽകി നാട്ടുകാർ. കോട്ടിക്കുളം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിൽ അനിശ്ചിതത്വം ഒഴിയുന്നു. നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. നിർമ്മാണത്തിലെ അനിശ്ചിതത്വം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18. വാർത്തകൾ വിശദമായി നോക്കാം. പത്തനംതിട്ടയിൽ രോഗിയോട് ഹോം നഴ്സിന്റെ ക്രൂരത. മർദ്ദനമേറ്റ വി ശശിധരൻപിള്ള ഗുരുതരാവസ്ഥയിൽ. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷ്ണു എന്ന ഹോം നഴ്സിനെതിരെ കൊടുമൺ പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. രോഗിയെ നഗ്നനാക്കി വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശശിനാരായണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഇപ്പോൾ ഈ ഹോം നഴ്സിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സമാനമായ മറ്റെന്തെങ്കിലും സന്ദർഭങ്ങൾ ഇതിനു മുൻപ് ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇതെല്ലാം മനസ്സാക്ഷിയെ നെറ്റിക്കുന്ന ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കാരണം വീട്ടിലൊരു രോഗിയെ നോക്കാൻ വേണ്ടി ഹോം നഴ്സിനെ ഏൽപ്പിക്കുന്നു. ആ ഹോം നഴ്സ് രോഗിയോട് കാണിക്കുന്ന വളരെ ക്രൂരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പത്തനംതിട്ട തട്ട സ്വദേശിയായ ശശിധരൻപിള്ളയാണ്. അദ്ദേഹം BSFന്റെ റിട്ടയർഡ് ജീവനക്കാരനാണ്. അദ്ദേഹത്തിനാണ് വീട്ടിൽ ശശിധരൻപിള്ളയും ഒപ്പം ഈ പറയുന്ന വിഷ്ണുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മറവി രോഗം കൂടിയുണ്ട്. ആ മറവി രോഗമുള്ള രോഗിയാണ് ഇത്തരത്തിൽ നഗ്നനായി വലിച്ചെച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ബന്ധുക്കളൊക്കെ പാറശാലയിലാണ്. എന്തായാലും ശശിധരൻപിള്ള വീട്ടിൽ വീണ് പരിക്കേറ്റതാണ് ഈ വിഷ്ണു ബന്ധുക്കളെ ധരിപ്പിച്ചിരുന്നത്. തുടർന്ന് പരുമല ആശുപത്രി കൊണ്ടുപോയി ഈ മുറിവുകളൊക്കെ പരിശോധിക്കുന്ന സമയത്താണ് ഈ ക്രൂരമായ ഒരു മർദ്ദനമോ പീഡനമോ ഇദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യം ഡോക്ടർമാർ പറയുന്നത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതാണ് ഈ ഹോം നഴ്സായ വിഷ്ണു ഇത്തരത്തിൽ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളും ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യം തന്നെയാണ്. കാരണം വീട്ടിലൊരു രോഗിയെ മറവി രോഗം, കാരണം കാരണങ്ങൾ ഒന്നും അറിയാത്ത ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി ഹോം നഴ്സായ ഒരാളെ നിർത്തുന്നു. അയാൾ ചെയ്യുന്ന ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങളാണ്. ഇതിനു മുമ്പും എത്രയോ തവണ ഈ ശശിധരൻപിള്ളയെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിനി അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു ക്രൂരമായ ദൃശ്യം തന്നെയാണ് ഈ CCTV ദൃശ്യം പുറത്തു വന്നതോടെ ബന്ധുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊടുമൺ പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകുകയും ഈ വിഷ്ണുവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കേസ് പോലീസ് ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഒരു ക്രൂരമായ ഒരു ദൃശ്യം കേരളം മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലാണ്. കാരണം 2 പേർ മാത്രമാണ്, ഈ രോഗിയും ഒപ്പം വീട്ടിൽ നോക്കാൻ ഏൽപ്പിച്ച ഈ പറയുന്ന വിഷ്ണു മാത്രമാണ്. അതായത് ചികിത്സ ഹോം നഴ്സായ വിഷ്ണു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ വിഷ്ണുവാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള പീഡനം ഈ രോഗിയെ ഏൽപ്പിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കുടുംബ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതില്ല ശശിനാരായണൻ, അതുപോലെ തന്നെ ശശിധരൻപിള്ള ഇപ്പോൾ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പിന്നെ സാരമായ രീതിയിലുള്ള ശശിധരൻപിള്ളയ്ക്ക് പരിക്കേറ്റുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും ആശുപത്രിയിൽ വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് കൊണ്ടുചെല്ലുന്നത്. അത്തരത്തിലൊരു പരിക്കിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണാത്തതിനെ തുടർന്നാണ് ഈ CCTV ദൃശ്യങ്ങൾ ബന്ധുക്കൾ പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ നഗ്നനായി ഇദ്ദേഹത്തെ വലിച്ചിഴയ്ക്കുന്ന ക്രൂരമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതോടുകൂടി തന്നെ ഈ CCTVയിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ളത്.
ഇത് കൂടാതെ ഒരുപക്ഷെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ക്രൂരമായി രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. എന്തായാലും മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള അതെ, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്തനംതിട്ടയിലാണ് രോഗിയോട് ഹോം നഴ്സിന്റെ ക്രൂരമായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ, വിഷ്ണു എന്ന ഹോം നഴ്സിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്ത്രീകളെ അപമാനിച്ചതിന് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു അശ്ലീല പരാമർശം നടത്തിയത്. എറണാകുളം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആള് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണോ അറിയാൻ സാധിക്കുന്നത്? സന്തോഷ് വർക്കിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് നടിമാരുടെ പരാതിയിലാണ് അറസ്റ്റ് എന്നാണ് എറണാകുളം സെൻട്രൽ SCP ജയകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. BNS 75(1), അതുപോലെ 4, അതുപോലെ IT ആക്ട് 67 തുടങ്ങിയ വകുപ്പുകളാണ് സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് ജാമ്യമില്ലാത്ത വകുപ്പുകളിലാണ് പെടുന്നത്. അതായത് നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നടി ഉഷ ഹുസൈൻ ആലപ്പുഴ DYSPക്ക് പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരും ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. സ്ത്രീകൾ, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരായിരുന്നെന്നായിരുന്നു സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പരാമർശം. നേരത്തെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതായത് നിത്യമേനോയെ ശല്യം ചെയ്തത്, അവരെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശല്യം ചെയ്ത് ഇയാൾ പിന്നാലെ നടക്കുന്ന സാഹചര്യമുണ്ടായി. അവരെ നിരന്തരം ശല്യപ്പെടുന്ന സാഹചര്യത്തിൽ പാലാരിവട്ടം പോലീസ് സന്തോഷ് വർക്കിയെ താക്കീത് ചെയ്ത് അയച്ചിരുന്നതാണ്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത നടപടി ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്ന പരാമർശത്തിലാണ് ഇപ്പോൾ സന്തോഷ് വർക്കി അറസ്റ്റിലായത്. സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകാം. മലപ്പുറം അരീക്കോട് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. വടക്കുമുറി സ്വദേശി മുബിൻ മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. 6 മാസം മുൻപ് സ്കൂളിൽ മറ്റൊരു വിദ്യാർത്ഥിയുമായി ഉണ്ടായ തർക്കത്തിന്റെ പ്രതികാരമായാണ് മർദ്ദനമെന്നാണ് പരാതി. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറും. അതേസമയം കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള സംയുക്ത നീക്കം വനം വകുപ്പ് ആരംഭിച്ചു. കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ വനം വകുപ്പ് ഉപാധികളോടെ ഉത്തരവിറക്കി. വർക്കല ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റലിൽ ഇലക്ട്രിക്കൽ റൂമിനുള്ളിൽ തീപിടുത്തം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കേബിളുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. 11 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തമുണ്ടായത്. കൊല്ലം പിറവന്തൂരിൽ നടപ്പാലം തകർന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരുക്കുപറ്റി. കിഴക്കേമുറി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ബിന്ദു, അമ്പിളി, രാജി, ഉഷ, സത്യഭാമ എന്നിവർക്കാണ് പരിക്കേറ്റത്. 6 പേരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പുരയിടത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് നടപ്പാലം തകർന്ന് 15 അടി താഴ്ചയുള്ള തോട്ടിലേക്ക് വീണത്. തുടരുമെന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ ആരാധകരും കുടുംബ പ്രേക്ഷകരും വലിയ ആവേശത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ മാസും കോമഡിയും ഒരുമിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ച സംവിധായകൻ തരുൺ മൂർത്തിക്കും പ്രശംസകൾ ഏറെയാണ്. നല്ല കമ്പാക്കാണ്. ലാലേട്ടൻ അടിപൊളിയാണ്. എമ്പുരാൻ ഇറങ്ങിയ പൃഥ്വിരാജ് പോലും അമ്മാതിരി മേക്കിംഗ് പറ്റിയില്ല. മൂർത്തി ഭയങ്കര മേക്കിംഗ്, അസാധ്യ മേക്കിംഗ് ആണ്. വളരെ നല്ല സിനിമ. ലാലേട്ടൻ തകർത്തു. അവസാനം 1 മണിക്കൂർ തിയേറ്റർ തൂത്തുവാരി തീയിട്ടു. അയ്യോ, ഒരു രക്ഷയില്ല. പ്രതീക്ഷയില്ല. ഇതാണോ പൃഥ്വിരാജ് എമ്പുരാനിൽ കൊണ്ടുവരാൻ മിസ് ചെയ്തത്? അത് ശരിക്കും തരുൺമൂർത്തി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അത് എന്താണ് ഫൈറ്റ് രണ്ടും അതാണ് മിക്സ് ആണ് ശരിക്കും. ഒരു കോംബോ പോലെ രണ്ടുപേർക്കും അടിപൊളിയായിട്ട് അടിപൊളി. ഒരു രക്ഷയില്ല. ഗംഭീരം തന്നെ. ക്ലൈമാക്സ് നോക്കുന്ന സ്റ്റോറി നല്ല ഓപ്പൺ സ്റ്റോറി. സ്ക്രിപ്റ്റ് ഗംഭീരം. ഒരു രക്ഷയില്ല. തുടക്കം കാണുന്ന പോലെയല്ല. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. മമ്മൂട്ടി ഫാൻസ് ആണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ മമ്മൂട്ടി ഫാൻസ് ആയതുകൊണ്ടാണ് പറയുന്നത് ഈ പടം സൂപ്പർ പടം.
ഇങ്ങനെ ഒരു ആവേശം ഒരു മോഹൻലാൽ ചിത്രത്തിന് കണ്ടിട്ട് നാളുകളേറെയായി. അതിഗംഭീര സ്ക്രിപ്റ്റ്, തരുൺ മൂർത്തിയുടെ മികച്ച സംവിധാനം, ഒപ്പം മാസും കോമഡിയും ഒക്കെയായി 2 മണിക്കൂർ 45 മിനിറ്റ് ഒരു മോഹൻലാൽ ഷോ. എല്ലാം ഒത്തുവന്നപ്പോൾ തുടരും ജനിച്ചു. പ്രേക്ഷകർ ചിത്രം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റൊക്കെ ഫാൻസിന് വേണ്ടിയുള്ളതാണ്. സെക്കൻഡ് ഹാഫ് എല്ലാ ഫാൻസിനും ഫാമിലിക്ക് എല്ലാം വേണ്ടിയിട്ട് നല്ല പടമാണ്. ശരിക്ക് എല്ലാവരും വന്ന് കാണണം. നമ്മുടെ പഴയ ലാലേട്ടൻ ഇപ്പോഴും ഉണ്ട്. ഒരു ഭയങ്കര അഭിനയമാണ്. നമ്മളെല്ലാവരും കണ്ട് കണ്ണ് നിറഞ്ഞു പോകും. കൊറോണ കുറ്റം പറയാം. അയാൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ, അയാൾക്ക് അഭിനയമില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ കരഞ്ഞു. അയാളെ വിരല് മുടിയവരെ അഭിനയിക്കും, മുടിയവരാ. എമ്പുരാൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിന്റേതായ റിലീസിനെത്തുന്ന ചിത്രവും കൂടിയാണ് തുടരും. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ എം രഞ്ജിത്താണ് ചിത്രത്തിന്റെ നിർമ്മാണം. പ്രതികരണങ്ങൾ മികച്ചതാവുന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ വലിയ തള്ളിക്കയറ്റം തന്നെ പ്രതീക്ഷിക്കാം. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. എന്താണ്? എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും ഒന്നിച്ച് ചായ കുടിക്കുന്ന രംഗം മറക്കാൻ കഴിയാത്തവരാണ് നമ്മൾ മലയാളികൾ. ഇന്ന് റിലീസിനെത്തുന്ന തുടരും എന്ന ചിത്രത്തിലും അതുപോലൊരു രംഗമുണ്ട്. തുടരും ടീമും മിൽമയും ചേർന്ന് സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകർക്ക് ചായ നൽകുകയാണ്. അതും ഫ്രീ ആയിട്ടാണ് ചായ നൽകുന്നത്. ഓരോ ചായ കുടിച്ച് തിയേറ്ററിൽ കയറി സിനിമ കണ്ടുവരാമെന്നാണ് ഇവർ പറയുന്നത്. ഈ രംഗം മലയാളികളുടെ നെഞ്ചിൽ ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിലൊരുങ്ങിയ തുടരും ഇന്ന് റിലീസിനെത്തിയപ്പോൾ ആദ്യ ഷോയ്ക്ക് തൊട്ടു മുൻപ് തിയേറ്ററിലെത്തിയ പ്രേക്ഷകർ കണ്ടത് ഒരു ചായക്കടയാണ്. തിരുവനന്തപുരം ഏരീസ് പ്ലക്സ് തിയേറ്ററിന് മുന്നിലാണ് കട. തുടരും റിലീസ് ആഘോഷമാക്കാൻ മിൽമ നടത്തുന്നതാണ് ചായക്കട. ആരാധകർക്ക് ആദ്യ ഷോയ്ക്ക് മുൻപ് ഒരു ചായ കുടിച്ച് കയറാൻ ഒരു അവസരം. തുടരും എന്ന ചിത്രത്തിലുമുണ്ട് സമാനമായ രംഗം. ചായ നൽകുന്ന കപ്പിൽ ആ രംഗത്തിന് ചിത്രം കൂടി പതിപ്പിച്ചാണ് മിൽമ ചായ നൽകുന്നത്. ഫീൽ ഗുഡ് മോഹൻലാൽ ചിത്രമായ തുടരും എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ ചിത്രം സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെയാണ് 2 ദിവസമായി മലിനജലം പുറത്തേക്കൊഴുകുന്നത്. ദിവസേന 1000-ലധികം രോഗികളാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്കൊഴുകിയതോടെ ദുസ്സഹമായ ദുർഗന്ധവും മലിനമായ പരിസരവും രോഗികൾക്കും കൂടെ എത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മലിനജലം പുറത്തേക്കൊഴുകുന്നത്. ഒഴുകിയെത്തുന്ന മലിനജലം റോഡിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിലൊഴുകി ചുറ്റുപാടും പരക്കുന്ന സാഹചര്യവുമുണ്ട്. കൊച്ചുകുട്ടികളുമായി എത്തുന്നവർ വരെ വലിയ ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ ആയിട്ടാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കണേ. അതിഭയങ്കര മണ. ഇപ്പൊ പുഴ ഒഴുകും മണ്ണ ഒഴുകണേ. കഴിഞ്ഞ ഓണം ഇങ്ങനെ വന്നതാ. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജിനുവിനെ വിളിച്ചു പറഞ്ഞു. ജിനു വിളിച്ചാൽ ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കി. അതിപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി ഓവർഫ്ലോ. എന്ത് മണ, പുഴുവൊക്കെ വരുവാണ്. വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് മലിനജലം പതിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. സമീപത്തെ ഓട്ടോ സ്റ്റാൻഡുകളിലുള്ളവർക്ക് വരെ ദുരിതം സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ മലിനജലം പുറത്തേക്കൊഴുകുന്നുണ്ട്. രോഗികളായി എത്തുന്നവരെ വീണ്ടും രോഗികളാക്കി മാറ്റുന്ന സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കാസർഗോഡ് ഓർച്ചയിൽ പുഴവെള്ളം കയറി തെങ്ങുകൾക്ക് വ്യാപക നാശം. ഉപ്പുവെള്ളം കയറിയത് മൂലം തെങ്ങുകൾ ഉണങ്ങി വീഴുകയാണ്. 100-ലേറെ വീടുകളുള്ള പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിലായിട്ട് മാസങ്ങളേറെയായി. നീലേശ്വരം നഗരസഭയിലെ ഓർച്ച പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിലായിട്ട് മാസങ്ങളായി. പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറി പ്രദേശത്ത് വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ പുഴവെള്ളം പറമ്പുകളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ തെങ്ങുകൾ കരിഞ്ഞുണങ്ങി. നാളികേരം മുഖ്യ വരുമാന മാർഗമാക്കി ജീവിക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. പറമ്പുകളിൽ പുഴവെള്ളം കെട്ടിക്കിടന്ന് തെങ്ങുകൾ ഉണങ്ങി വീഴുന്നതും കായ്ഫലം ഇല്ലാതാകുന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ഓർച്ച എന്ന ഗ്രാമം ഒരു താഴ്ന്ന പ്രദേശമാണ്.
സാധാരണ ഉപ്പുവെള്ളം കയറാറുണ്ട്. മുൻകാലങ്ങളിൽ ബാവോടനുബന്ധിച്ചാണ് ഉപ്പുവെള്ളം കയറാറ്. ഇപ്പോഴത് അതിന് സമയം കാലമൊന്നുമില്ല, എന്നും ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതായത് പാലായി ഷട്ടർട്ടൺ ബ്രിഡ്ജ് അത് ഒരു പരിധിവരെ ഇതിനൊരു കാരണമാണ് എന്നാണ് ഞങ്ങളുടെ നിഗമനം. തെങ്ങുകൾക്ക് പുറമെ മറ്റു ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നശിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളായ കടിഞ്ഞിമൂല, പുറത്തേക്കായി തുടങ്ങിയ സ്ഥലങ്ങളും മാസങ്ങളായി ഈ ദുരിതം നേരിടുന്നുണ്ട്. പ്രദേശത്തെ തെങ്ങുകളിൽ ഭൂരിഭാഗവും മണ്ട പോയ അവസ്ഥയിലാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ പുത്തൻ ഉണർവിലാണ് ഇടുക്കിയിലെ ടൂറിസം മേഖല. അവധി ആഘോഷിക്കാനും വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം തേടിയും നിരവധി സഞ്ചാരികളാണ് ഹൈറേഞ്ചിന്റെ മല കയറിയെത്തുന്നത്. സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ ജില്ലയിലെ ബോട്ടിംഗ് സെന്ററുകളും സജീവമായിരിക്കുകയാണ്. ഇടുക്കിയിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ബോട്ടിംഗ് ആസ്വദിക്കാതെ മടങ്ങാറുമില്ല. ജില്ലയിലെ പ്രധാന ബോട്ടിംഗ് സെന്ററുകളായ ചെങ്കുളത്തും മാട്ടുപ്പെട്ടിയിലും തേക്കടിയിലും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ஃப்ரெஷ் ஏர், அந்த தண்ணி எல்லாம் போடும்போது செம்ம ப்ரீஸ், நல்லா இருக்கு. சூப்பர் எக்ஸ்பீரியன்ஸ். சூப்பரா இருக்குங்க. போட்டிங் அவர் பண்றது செம்ம போட்டிங். அதே போல இந்த கேமரா வீடியோ எடுத்து கொடுக்கறதுக்கு ஹெல்ப் பண்ணது பக்காவாக பண்ணாங்க. மூணாறு நாங்கள் எக்ஸ்பெக்ட் பண்ணதை விட ரொம்ப நல்லா இருக்குது. கிளைமேட் நல்லா இருக்குது, க்ளீன்லினஸ் அந்த பிளேசஸ் எல்லாமே ரொம்ப சூப்பராக இருக்குது. ஸோ நாங்கள் ரொம்ப என்ஜாய் பண்ணோம். ஸோ ஃபேமிலியோட வந்தங்காட்டி நாங்கள் ஒரு ரிசார்ட்டில் ஸ்டே பண்ணிவிட்டு இந்த எல்லா டூரிஸ்ட் ஸ்பாட்லையும் கொஞ்சம் வீக்கெண்டுங்காட்டி கொஞ்சம் க்ரௌடாக இருக்குது. பட் இருந்தாலும் എല്ലാ ഇടവും സൂപ്പറാக இருக்குது. ക്രിസ്മസ് അവധിക്കാലത്തിന് ശേഷം ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. അവധിക്കാലത്ത് വീണ്ടും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ടൂറിസം മേഖലയിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവരും പ്രതീക്ഷയിലാണ്. മെയ് മാസം കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നു. സാംസ്കാരിക ഗാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ. ആനച്ചാൽ 2-ാം മൈൽ റോഡരികിലാണ് സെന്റർ പണികഴിപ്പിച്ചിട്ടുള്ളത്. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കൂടുതൽ കരുത്തുപകരാൻ ലക്ഷ്യമിട്ടാണ് ആനച്ചാൽ തട്ടാത്തിമുക്കിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നത്. സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി അവസാന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രജീഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ അപൂർവമായി മാത്രമാണ്, ഏതാണ്ട് 1-2 സ്ഥലത്ത് മാത്രമാണ് ഈ ലോക്കൽ ഹെറിറ്റേജ് സെന്റർ ഉള്ളത്. അപ്പം അതുകൊണ്ട് പള്ളിവാസൽ പഞ്ചായത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് തട്ടാത്തിമുക്കിൽ 2 നിലയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ലോക്കൽ ഹെറിറ്റേജ് സെന്റർ നിർമ്മിച്ച് അത് പൂർത്തീകരിച്ചു. സാംസ്കാരിക ഗാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും വിനിയോഗിച്ച് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നത്. ആനച്ചാൽ 2-ാം മൈൽ റോഡിനരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. തണ്ണിമത്തൻ കൃഷിക്ക് ഗ്രാമീണ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് കോതമംഗലത്തിന് സമീപം വാരപ്പെട്ടിയിൽ. കുടുംബശ്രീയുടെയും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ 50 സെന്റ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ഒപ്പം പയർ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികളും പരീക്ഷിച്ചിട്ടുണ്ട്. എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ DCSകളിലും തണ്ണിമത്തൻ കൃഷി ചെയ്യുക എന്ന നിർദ്ദേശത്തെ തുടർന്ന് ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരായ KM സെയ്ദ്, ദീപ ഷാജു, ഷജി ബസി, ജീവാംഗം മഞ്ജു ബൈജു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ജൈവ പച്ചക്കറി എന്ന പോലെ തന്നെ വിഷം കലരാത്ത പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തിൽ നടത്തിയ ഈ പദ്ധതിക്ക് കൃഷി ഓഫീസർ സൗമ്യയും സ്ഥലത്തിന്റെ ഉടമ ബേബിയും കുടുംബവും പൂർണ്ണ പിന്തുണ നൽകിയാണ് തണ്ണിമത്തൻ കൃഷി വിജയത്തിലെത്തിച്ചത്. 2.5 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കിരൺ വിഭാഗത്തിൽപ്പെട്ട തൈകളാണ് നട്ടത്. ആദ്യ വിളവെടുപ്പിൽ തന്നെ പ്രതീക്ഷിച്ചതിലും വിളവ് ലഭിച്ചു. വരും നാളുകളിൽ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് കൃഷി വിപുലമാക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പറഞ്ഞു. ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ എല്ലാ കർഷകരും അതിന് നല്ല രീതിയിൽ സഹകരിച്ചു. അതോടൊപ്പം തന്നെ കൃഷി ഓഫീസറുടെ നല്ലൊരു നിർദ്ദേശങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ ഞങ്ങളോട് ഈ കൃഷി നടത്തുന്നതിനും വിജയിപ്പിക്കുന്നതിനും വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ സഹകരിക്കുകയുണ്ടായി. ഇവിടെ കർഷകരുടെ ഒക്കെ ഉപദേശപ്രകാരവുമെല്ലാം
തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുക്കുംബർ, പയർ, നിരവധിയായ മറ്റ് കൃഷികളും ഇവർ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയും ജനപ്രതിനിധികളും കൈകോർത്തൊരുക്കിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പിന് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും FPO അംഗങ്ങളും പങ്കെടുത്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോതമംഗലം. അക്ഷരമാണ് കടപ്പത്രത്തിലൂടെ 200 കോടി രൂപ സമാഹരിക്കാൻ മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. ഏപ്രിൽ 23 തുടങ്ങിയ കടപ്പത്രങ്ങളുടെ വിൽപ്പന മെയ് 7 വരെ തുടരും. ഈ കടപ്പത്രങ്ങൾ BSE ലിസ്റ്റ് ചെയ്യാം. വാർഷികാടിസ്ഥാനത്തിൽ 9.50 മുതൽ 10.75% വരെ പലിശ ലഭിക്കുന്ന വിവിധ വിഭാഗങ്ങളും കാലാവധികളും നിക്ഷേപകർക്ക് തിരഞ്ഞെടുക്കാം. ICRAയുടെ A സ്റ്റേബിൾ റേറ്റിംഗ് ഉള്ളവയാണ് ഈ കടപ്പത്രങ്ങൾ. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,460 രൂപ, പവന് 59,680 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.